ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മാധ്യമ വിഭാഗം തലവനും കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയുമായ അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനി നടത്തിയൊരു അഭിമുഖം ഓൺലൈനിൽ ഞാൻ കണ്ടു. ആ അഭിമുഖത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധ തിരിക്കാം. സഭയും അന്ത്യോക്യ സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നിർവചനങ്ങളെക്കുറിച്ചും ഒക്കെ ധാരാളം കേൾക്കുന്ന കാലമാണ്. കോടതി തർക്കങ്ങൾ, സഭാ തർക്കങ്ങൾ, ഇവയൊക്കെ പത്രമാധ്യമങ്ങളുടെ തലക്കെട്ടുകളും ആയി വരുന്ന കാലം. അല്ലെങ്കിൽ അന്ത്യോക്യ ബന്ധത്തെക്കുറിച്ച് തിരുമേനി എന്ത് പറയുന്നു? നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് മലങ്കര അന്ത്യോക്യ ബന്ധം നീണാൾ വാഴട്ടെ എന്നുള്ളത്. നമുക്കതിനകത്ത് വിയോജിപ്പൊന്നുമില്ല കേട്ടോ. മലങ്കര അന്ത്യോക്യ ബന്ധം നീണാൾ വാഴട്ടെ. അന്ത്യോക്യയിൽ ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയോടുള്ള ബന്ധം നീണാൾ ഭംഗിയായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ആ മുദ്രാവാക്യത്തിനകത്ത് വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ പ്രശ്നം മലങ്കര അന്ത്യോക്യ ബന്ധം എന്ന് പറഞ്ഞിട്ട് അന്ത്യോക്യയുടെ കീഴിൽ നിൽക്കുന്ന ഒരു അടിമ സ്വഭാവമുള്ള ഒരു സഭയാണ് നമ്മുടേതെന്ന് പറയുന്ന രീതിയിലുള്ള പ്രായോഗികത കാണുമ്പോഴാണ് ആ മുദ്രാവാക്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത്. വേറൊരു മുദ്രാവാക്യമുണ്ട്, അച്ഛൻ കേട്ടുകയാണെങ്കിൽ, അമ്മയെ മറന്നാലും അന്ത്യോക്യ മറക്കില്ല, സ്വന്തം തള്ളയെ പെറ്റ തള്ളയെ മറന്നാലും വേറൊരു സ്ഥലത്തെ മറക്കത്തില്ല എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം വേറെ കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള, അതായത് ജനിപ്പിച്ച അമ്മയെ മറന്നു കഴിഞ്ഞാലും വേറൊരു ദേശത്തെ മറക്കത്തില്ല എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. പക്ഷെ വിശ്വാസം കർത്താവിൻ്റെതാണ്, അല്ലാതെ അന്ത്യോക്യയുടേതോ അന്റാർട്ടിക്കയുടേതോ ഒന്നും അല്ലല്ലോ വിശ്വാസം. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില മുദ്രാവാക്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട്. എന്നാൽ അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു മുദ്രാവാക്യമാണ്. നമ്മുടെ പ്രശ്നം അതുകൊണ്ട് അന്ത്യോക്യയുടെ അടിമയായിട്ട് മലങ്കര കഴിയണം, അന്ത്യോക്യ പറയുന്നത് മാത്രമേ മലങ്കര ചെയ്യാൻ ഒക്കുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രവണത കാലാകാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. അത് വേണ്ട എന്നുള്ളതാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ. സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും പരസ്പരം കൈകോർത്ത് പിടിച്ചു പോകാനും ഒക്കെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എപ്പോഴും തയ്യാറാണ്. പക്ഷേ അതിനപ്പുറമായ ഒരു അടിമ കോളനി സ്വഭാവം കാണിക്കുന്നത് സുഖകരമാകില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ സമൂഹം. ഇദ്ദേഹത്തിന്റെ ഈ ഓരോ ഭാഗങ്ങൾ, ഇപ്പൊ ആദ്യം അദ്ദേഹം പറഞ്ഞത് അടിമ സ്വഭാവം എന്നുള്ളതാണ്. ഇക്വാലിറ്റി, തുല്യത ഉറപ്പുവരുത്തണം. ഞാൻ ഈ ഒരു വിഷയത്തിൽ 100% ഞാൻ ഈ ദിയോസ്കോറോസ് തിരുമേനിയുടെ കൂടെയാണ്. മനുഷ്യരെ വിവേചനം അതെന്തിന്റെ പേരിലായാലും, ഇപ്പൊ ദേശത്തിന്റെ ഇപ്പൊ അന്ത്യോക്യ അല്ല സിറിയയിലൊക്കെ ഉള്ളവര് നമ്മളെക്കാൾ മുന്തിയ ആളുകളാണ്, നമ്മൾ ഇന്ത്യയിലുള്ളതുകൊണ്ട് വി ആർ ഇൻഫീരിയർ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തികച്ചും തെറ്റാണ്. അങ്ങനെയുള്ള യാതൊരു വിധ എലീറ്റിസത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത, ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ദൈവത്തിന്റെ മുമ്പാകെ സമന്മാരാണ്, തുല്യരാണ് എന്നുള്ള ഒരു ഇഗാലിറ്റേറിയൻ കാഴ്ചപ്പാടാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ നെഞ്ചും നെറ്റിയും കൊടുത്ത് എൻ്റെ കരളും ചങ്കും പറിച്ചു കൊടുത്ത് ഞാൻ ഈ തിരുമേനിയുടെ കൂടെ നിൽക്കാൻ പോവാം. കാരണം ഇതാണ് ശരി. അല്ലാതെ ഈ അടിമത്വം ഒന്നും നമുക്ക് സഭയിൽ പാടില്ല, വിവേചനമൊന്നും സഭയിൽ പാടില്ല. പക്ഷേ ഇത് എൻ്റേത് ഇങ്ങനെയല്ലെന്ന് ജഗതി ശ്രീകുമാർ പറയുന്ന പോലെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം. ഈ കഞ്ഞിക്കുഴിയിലെ സഭയുടെ കീഴിൽ തന്നെ, പ്രത്യേകിച്ച് ഈ ദിയോസ്കോറോസ് തിരുമേനിയുടെ മൂക്കിന് കീഴില് ഉള്ള ഒരു പള്ളിയുണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ. അതങ്ങ് അന്റാർട്ടിക്കയിലോ അലാസ്കയിലോ ഒന്നും അല്ല, ഇവരുടെ മൂക്കിന് കീഴേ ഇരിക്കുന്ന ഒരു പള്ളി. അപ്പൊ ആ പള്ളിയെപ്പറ്റി എനിക്കൊരു ചെറിയ സംശയം. അപ്പൊ ആ പള്ളി ചിങ്ങവനത്താണ്. ചിങ്ങവനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈ അടുത്ത കാലത്ത് കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ്. അപ്പൊ ആ ചിങ്ങവനത്ത് ഉള്ള ഒരു പള്ളി, ചിങ്ങവനത്ത് എന്ന് പറഞ്ഞാൽ പാമ്പാടി ദേറായിലാണ് ഈ ദിയോസ്കോറോസ് തിരുമേനിയുടെ ആസ്ഥാനം. അവിടെ നിന്ന് വളരെ അടുത്താണ്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ആ ചിങ്ങവനത്തുള്ള, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള അഭിവന്യ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനിയുടെ ജൂറിസ്ഡിക്ഷനിൽ ഉള്ള ഈ പള്ളിയെപ്പറ്റി അടുത്ത ഇന്റർവ്യൂവിൽ തിരുമേനി പറയണം. ഇതാണ് ആ പള്ളി, ഇത് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ പള്ളിയാണ്,
നിങ്ങൾക്ക് അവിടെ വായിക്കാൻ. ചിങ്ങവനം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി, ബ്രാക്കറ്റിൽ ചേരമർ. അപ്പൊ ഇതെന്ത് സാധനമാണ്? തിരുമേനി ഒന്ന് ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഞാൻ വായിക്കാം. 1897 പരിശുദ്ധ പരിമല തിരുമേനിയാൽ സ്ഥാപിതം. 4 കരയിലുള്ള പൊതു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആരാധിക്കുവാൻ സ്ഥലം വാങ്ങി നവീകരിച്ച ദേവാലയം നിയുക്ത കാതോലിക്ക പൗലൂസ് മാർ മെലിത്യോസ് തിരുമേനിയും കോട്ടയം ഭദ്രാസനാധിപനായിരുന്ന കാലജീത ഗീവറീസ് മാർ ഇവാനിസ് തിരുമേനിയും കൂടെ 2005 ജനുവരി 7 നിർവഹിച്ചു. ദേവാലയത്തിന്റെ പുനർനവീകരണം 2013 ഡിസംബറിൽ അഭിവന്യ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി നിർവഹിച്ചു. മലങ്കര കാതോലിക്ക സ്ഥാനിയായി 2015 നവംബർ 4 പരിശുദ്ധ ബെസേലിയോസ് പൗലോസ് ദ്വിതീയ കാതോലിക്ക ദേവാലയത്തിൽ എഴുന്നള്ളി പരിശുദ്ധ പരിമല തിരുമേനിയുടെ കുരിശും തൊട്ടി കൂദാശ ചെയ്തു. 120 കുടുംബങ്ങൾ ഇവിടെ ഇടവക്കാരായിട്ടുണ്ട്. അപ്പോ ഈ 120 ഇടവക്കാരെ ചേരമർ വിഭാഗത്തിൽ പെട്ട ആളുകളാണ്. ചേരമർ എന്ന് പറയുന്ന വിഭാഗം നാടൻ ഭാഷയിൽ പുലയർ എന്ന് പറയുന്നതിനെയാണ് കുറെ കൂടെ അവർക്ക് അക്സെപ്റ്റബിൾ ആയത്. ചേരമർ എന്ന പദമാണ്. ചേരമർ എന്ന് പറഞ്ഞാൽ പുലയരാണ്. ഇപ്പൊ പുലയപ്പള്ളി സ്വന്തം ഭദ്രാസനത്തിൽ പണിത് അത് പുലപ്പള്ളിയാണെന്ന് നോട്ടീസ് അടിച്ചിറക്കിയ ഒരു മാന്യനാണ് ഇവിടെ അടിമത്തത്തെ പറ്റി പറയുന്നത്. അപ്പം തിരുമേനി ഇതിനൊരു വിശദീകരണം തരണം. കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ കാലമാണ് തിരുമേനി. ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ജീവികളാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തിരുമേനി ഇങ്ങനെ ചുമ്മാ വന്ന് ഗോളടിച്ചിട്ട് പോയാൽ ശരിയാകത്തില്ല. അപ്പൊ ഇതൊന്ന് നോക്കിയിട്ടെ ഇതെന്താണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ചിന്തിക്കുന്ന എന്നാന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ടാണ്, കാരണം എനിക്ക് തിരുമേനിയെ ഭയങ്കര ഇഷ്ടമാണ്, തിരുമേനിയോട് ഭയങ്കര ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോ നിങ്ങൾ ഈ ചിന്തിക്കും അതൊരൊറ്റപ്പെട്ട സംഭവമല്ലേ, ഒറ്റപ്പെട്ട സംഭവം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ചിങ്ങവനത്തിൽ നിന്ന് നമുക്ക് വണ്ടി നേരെ വാകത്താനത്തോട്ട് വിടാം. ഈ വാകത്താനം എന്ന് പറയുന്നതും ഈ ദിയോസ്കോറോസ് തിരുമേനിയുടെ ഭദ്രാസനത്തിലാണ്. കിടക്കുന്നു വാകത്താനം പുത്തൻചന്ത സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് മിഷൻ പള്ളി എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷ പലപ്പള്ളി എന്നാണ് കോട്ടയത്തൊക്കെ പറയുന്നത്. ഇതും ഈ ദിയോസ്കോറോസ് തിരുമേനിയുടെ കീഴിലിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ വാകത്താനത്തും വേറെയുമുണ്ട്. അതെല്ലാം കാണിച്ച് ഇന്ന് എൻ്റെ സമയം പോവും. അതുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഈ വിഭാഗീയത സൃഷ്ടിക്കുന്നു. അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ തെക്കൻ പ്രദേശങ്ങളിലുള്ളവർ ഒരു 70% അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ടവരാണ്. 70%. പക്ഷെ അവർ കുറെ നാൾ മുമ്പ് കൺവേർട്ട് ചെയ്തു. പക്ഷെ റീസെന്റ് കൺവേർട്സിന് വേണ്ടി അവരെന്ത് ചെയ്തു? വേറെ പള്ളികൾ വെച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഈ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നു. കുറെ പേര് കുറച്ച് മുമ്പ് വന്നു, കുറച്ച് പേര് കുറച്ച് കാലത്തിന് ശേഷം വന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ നസ്രാണികൾ എന്ന് പറഞ്ഞാൽ കൊല്ലം കുടിയേറ്റത്തിൽ സാബോർ അഫ്രോത്ത് പിതാക്കന്മാരുടെ കൂടെ വന്ന ഒറിജിനൽ കുടിയേറ്റക്കാരുണ്ട്. ആ ഒറിജിനൽ കുടിയേറ്റക്കാരാണ്, അവരുടെ പിൻഗാമികളാണ് നസ്രാണികൾ എന്ന് അറിയപ്പെടുന്നു. ഇത് ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുന്നതാണ്. ഒറിജിനൽ സാബോർ അഫ്രോത്ത് പിതാക്കന്മാരുടെ ഒറിജിനൽ മൈഗ്രൻസ് their descendants called നസ്രാണി. കൊടുങ്ങല്ലൂർ വന്ന കനായി തോമായുടെ ഡിസെൻഡൻസ് കോൾഡ് കനാനായക്കാർ. അപ്പൊ കനാനായക്കാരും നസ്രാണികളും ഉണ്ട്. ബാക്കി ഉള്ളതൊക്കെ തദ്ദേശവാസികൾ പരിവർത്തനം ചെയ്തതാണ്, പരിവർത്തിത ക്രൈസ്തവരാണ്. ബാക്കി എല്ലാവരും പരിവർത്തിത ക്രൈസ്തവരാണ്. അപ്പോൾ കുറച്ച് മുമ്പ് പരിവർത്തനം ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ചേരമർ വിഭാഗത്തിൽ നിന്നോ സാംബവ വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ പുലയ പറയ വിഭാഗങ്ങളിൽ നിന്ന്, ഉള്ളാട വിഭാഗങ്ങളിൽ നിന്ന്, ഈഴവരിൽ നിന്ന് ഒക്കെ കൺവേർട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. അവരെ കുറച്ച് നേരത്തെ മാറിയില്ലെന്നേ ഉള്ളൂ. അപ്പൊ റീസെന്റ് കൺവേർട്സിന്റെ നേരെ വിവേചനം കാണിക്കുന്ന ഒരു സഭയുടെ, വിശേഷിച്ച് താങ്കളുടെ ജൂറിസ്ഡിക്ഷനിലുള്ള, താങ്കളുടെ മൂക്കിന് കീഴെ ഇരിക്കുന്ന 2 പള്ളികളാണ് കാണിച്ചത്. അപ്പൊ ഇത്രയും വിവേചനം കാണിച്ചിട്ട് അടിമത്തം അവിടെ നടപ്പിലാക്കിക്കൊണ്ട്, വിവേചനം അവിടെ നടപ്പിലാക്കിക്കൊണ്ട്
പിന്നെയും യൂട്യൂബിൽ വന്നിരുന്ന് പർവ്വത പ്രസംഗം നടത്തുന്നത് ഈ എത്രത്തോളം മാന്യതയാണെന്ന് തിരുമേനി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. തിരുമേനി അങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.